യേശു ഉദ്ദിതനായ യേശു അവരെ സമീപിച്ചിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരം ഈ ഭൂമിയുടെ അധികാരിയായിരുന്ന പിതാവിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തണം എന്നാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്രകാരം ശിഷ്യത്വത്തിലേക്ക് മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അപ്രകാരം വളർത്തുന്നതായി മാറണം. ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും നമ്മൾ അപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭരണജ്ഞാനം കൺവെൻഷനില് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് ഇപ്രകാരം പറഞ്ഞു, സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കണമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുന്നു, പൗലോസ് പറഞ്ഞതുപോലെ സമയത്തും അസമയത്തും നിങ്ങൾ സദാസമയവും സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ലോകം സൃഷ്ടികളോട് പ്രസംഗിക്കുക എന്നാണ് സൗണ്ട് ക്ലിയർ ആവുന്നില്ല. എന്റെ പ്രശ്നമാണോ മൊത്തം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. മാണിച്ചേട്ടാ, സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ അല്ല. ഫ്രാൻസേടൻ പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പം കയറുമായിരിക്കും. ഒലിവിയ, കേൾക്കാവോ? ഇപ്പൊ ജോയിൻ ആവേ. ഓക്കെ. കേറിയിട്ടുണ്ട്. ഒന്ന് കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സ്തുതിയായിരിക്കട്ടെ. വൈഫൈയുടെ കണക്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടായതാണ്. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിലൂടെയാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ദൈവം വിശുദ്ധ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെയും സഭയിൽ അംഗമാക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. അത് ഒരു പരിധി വരെ പറഞ്ഞാൽ മനുഷ്യരോടെന്നല്ല, സർവ്വതിനോടും, എല്ലാ സൃഷ്ടിജാലങ്ങളോടും. കാരണം സകല സൃഷ്ടിജാലങ്ങളുടെയും ഉടയവൻ ദൈവമാണ്. അവനാണ് സകലത്തെയും സൃഷ്ടിക്കുകയും സകലത്തെയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സൃഷ്ടി പ്രപഞ്ചത്തിലുള്ള ചരങ്ങളും അചരങ്ങളുമായ സകലതും
ഈ മനുഷ്യരുടെ മക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മയിൽ ആയിരിക്കണം നാം ഓരോരുത്തരും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 43-ാം തിരുവചനം പറയുന്നു, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിൽ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. യേശു തന്നെ പറയുകയാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന്. യേശു നമുക്കറിയാം, യേശു തൻ്റെ ശിഷ്യന്മാരെയും അപ്പസ്തോലന്മാരോടും ചേർന്ന് ആ 3 വർഷക്കാലവും പിതാവായ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച്, അവന്റെ സ്നേഹത്തെക്കുറിച്ച് നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിന്റെ ഓരോ പ്രവൃത്തികളും ആ ഏക ലക്ഷ്യം, ഈ സ്വർഗരാജ്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഈ സ്വർഗരാജ്യത്തിലേക്ക് സകല മനുഷ്യരെയും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അടയാളങ്ങൾ പ്രവർത്തിച്ചതും രോഗശാന്തികൾ നൽകിയതും ഇരുന്നതും എഴുന്നേറ്റതും എല്ലാം സകലതിന്റെയും ലക്ഷ്യം, പ്രാർത്ഥിച്ചതും എല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു, ദൈവരാജ്യം സംജാതമാക്കുക മനുഷ്യ ഹൃദയങ്ങളിൽ എന്നുള്ളത്. ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹ അനുഭവവും ദൈവരാജ്യത്തിന്റെ അനുഭവവും തിരികെ നൽകുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:21 നാം വീണ്ടും കാണുന്നുണ്ട്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശു കടന്നു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആദ്യം അവിടുന്ന് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, പലർക്കും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഇല്ല. പ്രത്യാശ നഷ്ടപ്പെട്ട സമൂഹമാണ്, നിരാശയും ഉത്കണ്ഠയുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. എന്തുകൊണ്ട് നാം ഇതിലേക്ക് വീണു പോകുന്നു എന്ന് ചോദിച്ചാൽ, ആ സമാധാനം, ക്രിസ്തു നൽകിയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം, അവൻ അയച്ചത് നമ്മളെ ഓരോരുത്തരെയും സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാം കണ്ടു, പിതാവായ ദൈവം ത്രിത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? അവൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്. ആ യേശുക്രിസ്തുവിന്റെ പ്രസംഗം മുഴുവൻ ഈ സ്നേഹിക്കുന്ന പിതാവുള്ള ആ ദൈവരാജ്യത്തെ, അവൻ രാജാവായി വാഴുന്ന ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. യേശു നമ്മോട് പറയുകയാണ്, പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ അയക്കുന്നു. ഈ അയപ്പിന് ഉത്തരം നൽകുമ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ ഈ വചനത്തോട് ആമേൻ എന്ന് നാം പ്രത്യുത്തരിക്കുമ്പോൾ, നമുക്ക് എല്ലാറ്റിനെയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 21 ദിവസങ്ങളില് ഞങ്ങള് പഞ്ചാബ് മിഷനിലൂടെയായിരുന്നു. 38ഓളം പേര്, ഏതാണ്ട് 1 വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞു മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള വൃദ്ധര് വരെ അടങ്ങിയ ഒരു ടീം യാത്ര ചെയ്തു. ആ യാത്രയെ ഞാൻ ഓർക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ അവിടെ എത്തി. 48 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തി. ഈ ദിവസങ്ങളിലെല്ലാം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങള്, ജീവിത സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ നാടുമായി ബന്ധപ്പെടുമ്പോൾ, അല്ലെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പരിമിതവും കുറവുമായിരുന്നിട്ടും അവിടെ ഞങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിനായി ചെന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം, ഏറ്റവും ചെറിയ കുഞ്ഞിന് മുതൽ ആർക്കും ഒരു തുമ്മലോ ഒരു മൂക്കടപ്പോ പോലും ഉണ്ടാകാതെ ദൈവം പരിപാലിച്ചു. എല്ലാവരും ദൈവത്തിന്റെ സമാധാനത്തിലായിരുന്നു. ദീർഘയാത്രയിലും എല്ലാം ദൈവം പരിപാലിക്കുന്ന, ദൈവം നയിക്കുന്ന ഒരനുഭവമാണ് അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ്? പിതാവ് നമ്മളെ അയച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ ആ പിതാവിന്റെയും യേശുവിന്റെയും ഹിതം എന്തെന്ന് മനസ്സിലാക്കി ഞങ്ങൾ യാത്രയാകുവാൻ തുടങ്ങിയപ്പോൾ ഈ അനുഭവം ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, നാമും ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളും ഈ അനുഭവത്തിലേക്ക് കടന്നു വരും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നാം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ പലരും പറയുന്നത് കേൾക്കാം, പലപ്പോഴും നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ധ്യാനത്തിന് പോയി, ധ്യാനം ഭയങ്കര അനുഭവമായിരുന്നു, വലിയ അഭിഷേകമുണ്ടായി, വലിയ പരിശുദ്ധാത്മാ നിറവുണ്ടായി, ഭാഷാപരത്തിൽ സംസാരിക്കാൻ പറ്റി, മറ്റു വരദാനങ്ങളൊക്കെ എന്നിൽ പ്രാക്ടീസായി, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി എന്നൊക്കെ പറയും. എന്നാൽ
എന്താ പറയുക, മോശ 10 കൽപ്പനകൾ സ്വീകരിച്ച് കടന്നു വന്ന മോശയുടെ മുഖം ജ്വലിച്ചിരുന്നത് ഓരോ ദിവസവും അതിന്റെ ജ്വലനം മങ്ങി മങ്ങി വന്നു എന്ന് നാം പഴയ പുറപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ അഭിഷേകം ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്? പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് സ്ഥിരമായി നിൽക്കുവാനായിട്ട്, അഭിഷേകത്തിൽ നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, വീണു പോകുന്നു. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് എന്താണ്? ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത് അതിന്റെ ഏറ്റവും പ്രധാനവും ആത്യന്തികവുമായ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഈ യേശുവിന്റെ സുവിശേഷം ലോകത്തോട് പറയുക. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ചാണ്. ആ ദൈവരാജ്യം തന്നെയായ യേശുവിനെ കുറിച്ച് നാം പ്രസംഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ചോർച്ച അവസാനിക്കുകയാണ്. നാം അഭിഷേകമുള്ളവരായി മാറും, കൃപ നിറഞ്ഞവരായി മാറും, എല്ലാ ദൈവ അനുഗ്രഹങ്ങളും നമ്മളോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. ഇന്ന് നാം പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ എന്ന് പറഞ്ഞവന്റെ ആ ദൈവവും രാജ്യവും നീതിയും അന്വേഷിക്കാതെ ഈ ലോകത്തിന്റെ സുഖവും സന്തോഷവും തേടി നാം ഓടുമ്പോൾ നമുക്കൊരിക്കലും അവയൊന്നും സ്വന്തമാക്കുവാൻ, അതിന്റെ പൂർണ്ണതയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നില്ല. എന്നതിലുപരിയായിട്ട് നമ്മുടെ സമാധാനവും സന്തോഷവും പ്രത്യാശയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം മടങ്ങി വരണം, നാം സുവിശേഷ പ്രഘോഷകരായി മാറണം, സുവിശേഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ആദിമസഭയെ നാം കാണുന്നുണ്ട്. ആദിമസഭ എന്ന് പറഞ്ഞാൽ അത് മിഷണറി സഭയായിരുന്നു. യേശുവിനാൽ അയക്കപ്പെടുന്നു, യേശു നൽകിയ ദൗത്യം നിർവഹിക്കപ്പെടുന്നു. ആദിമസഭയിൽ നാം കാണുന്നുണ്ട്. നാം ഈ അവസാനത്തെ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ നാം കാണുന്നുണ്ട് യേശു അവരെ അയക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും എനിക്ക് സാക്ഷികളാകണമെന്ന് പറയുന്നു. അവരെന്താണ് ചെയ്തത്? ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാര് മറ്റു 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിക്കുകയാണ്, ആരംഭിക്കുകയാണ്. ആ ഒറ്റ ദിവസത്തെ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം പേര് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർക്കപ്പെടും. വീണ്ടും സഭയിൽ അനുദിവസം സഭയോട് ഓരോ ദിവസവും സഭയോട് കൂടുതൽ കൂടുതൽ അംഗങ്ങൾ ചേർക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. കാരണം അവർ എന്തു ചെയ്തു? അവർ ആ സുവിശേഷം പ്രസംഗിച്ചു. യേശു നൽകിയ ദൗത്യം അവർ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ജീവിതം ആ അനുഗ്രഹത്തിന്റെ ജീവിതമായി തീർന്നു. അവരെ പിന്നീട് നാം കാണുന്നുണ്ട്. അവർ ഭക്ഷണത്തിന് വേണ്ടിയോ പാർപ്പിടത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും സൗകര്യത്തിന് വേണ്ടിയോ അവർ അന്വേഷിക്കുന്നില്ല. അവരുടെ ഏക ലക്ഷ്യം സുവിശേഷ പ്രസംഗമായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവയെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെടും. ആദിമസഭയുടെ ജീവിതവും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പസ്തോലന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് മനസാന്തരപ്പെട്ട സമൂഹം ജെറുസലേമിലെ പീഡനത്തിൽ ചിതറിക്കപ്പെട്ടപ്പോൾ അവർ എത്തിച്ചേർന്ന ഇടങ്ങളിലെല്ലാം ആത്മനിറവോടെ വചനം പ്രസംഗിക്കുവാനായിട്ട് ആരംഭിച്ചു. ഓരോരുത്തരും അവരവരായി എത്തിച്ചേർന്ന സ്ഥലത്ത് അവർക്ക് കടന്നുപോയത് ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞതിന്റെ പേരിലും ക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചതിന്റെയും പേരിൽ ഒരു സ്ഥലത്തു നിന്ന് പീഡിപ്പിക്കപ്പെട്ട് കടന്നുപോയ ജനസമൂഹം മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്തിന്റെ പേരിൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുവോ അതേ കാര്യം അവിടെയും പ്രഘോഷിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. കർത്താവിൽ അവർ വിശ്വസിച്ചിരുന്നു. എന്താണ്? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എല്ലാം നൽകി ഞങ്ങളെ സംരക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് അവിടുന്ന് എന്ന് അവർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വചനം പ്രസംഗിക്കുവാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് തീർച്ചയായും അവനെ പ്രഘോഷിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. മാമോദീസ വഴിയായി സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കുന്നത്. ഈ 2 പ്രവർത്തികൾ ചെയ്യുവാൻ ഞാൻ അന്ന് മുതൽ ബാധ്യസ്ഥനായിരിക്കുകയാണ്. ഈ ചിന്ത പലപ്പോഴും നമുക്കില്ല എന്നുള്ളതാണ്. സുവിശേഷം ജീവിക്കുവാനോ അത് പ്രഘോഷിക്കുവാനോ നാം ഒരിക്കലും ഉത്സുകരാകുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ മാമോദീസായിലൂടെ നമ്മുടെ മേൽ ചൊരിയപ്പെട്ട ദൈവത്തിന്റെ കൃപകൾ ഇന്ന് നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. വീണ്ടും പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി പഞ്ചാബിലെ വേറൊരു അനുഭവം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചാബ് മിഷനിലൂടെ കടന്നു പോയപ്പോൾ ഏകദേശം ഭൂരിപക്ഷം ദിവസങ്ങളിലും ഞങ്ങള് ശിവചേട്ടനും ഞാനും സേവരിയേട്ടനും കുടുംബവും ചേർന്നാണ് ആ ആദ്യത്തെ 1-2 ആഴ്ചയിലൊക്കെ കൊണ്ടിരുന്നത്.
ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഒരു ഭവനത്തിൽ പ്രവേശിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുറിച്ച്, അവരുടെ ജീവിതത്തിലെ കുറവുകള്, അവരുടെ ജീവിതത്തിന്റെ പോരായ്മകള്, അവരുടെ ജീവിതത്തിന്റെ നവീകരിക്കപ്പെടേണ്ട മേഖലകളുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ആരംഭിച്ചു. വളരെ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ മാത്രം ഹിന്ദിയിൽ സംസാരിക്കുവാൻ എനിക്ക് കഴിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിവചേട്ടനും മറ്റുള്ളവരും പറയുന്ന എല്ലാ കാര്യങ്ങളും, അത് ബൈബിൾ പോലും ഒരിക്കൽ പോലും ഞാൻ ഹിന്ദി ബൈബിള് ഒന്ന് പേജ് പോലും മറിച്ച് നോക്കിയിട്ടില്ല. എങ്കിലും മലയാളത്തിൽ നിന്ന് ആ വചനമൊക്കെയും കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ച ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഇതെന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഇറങ്ങി പുറപ്പെടുമ്പോൾ അഭിഷേകം ചെയ്ത് അയക്കുന്ന പരിശുദ്ധാത്മാവ്. ജനം, ലോകം ഇന്ന് യേശുവിന് വേണ്ടി ദാഹിക്കുകയാണ്. സകല മനുഷ്യരും യേശുവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് യേശുവാണ്. കാറോ വണ്ടിയോ വീടോ സമ്പത്തോ ഒന്നുമല്ല. ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് ക്രിസ്തു എന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നാം പ്രഘോഷിക്കാതെ മൂടി വയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം അറിയുക, അത് നമ്മുടെ തന്നെ പതനത്തിന്റെയും പരാജയത്തിന്റെയും കാരണമായി തീരുമെന്നുള്ളത്. വീണ്ടും തിരുസഭ വിശുദ്ധമായ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ധൈര്യവും കൃപയും നമ്മുടെ മേൽ നിറയ്ക്കുകയാണ്. തിരുസഭ ഈ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ധൈര്യവും കൃപയും ആദിമസഭയ്ക്കും അപ്പസ്തോലന്മാർക്കും ഉണ്ടായിരുന്ന അതേ കൃപയും ധൈര്യവും പരിശുദ്ധാത്മാവ് നമ്മൾക്കും പ്രദാനം ചെയ്യുകയാണ്. അതെ, നാം കണ്ടു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ലക്ഷ്യവും പ്രസംഗവും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത്. അവന്റെ ഉള്ളിലും ഉറക്കത്തിലും ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പസ്തോലന്മാരും ആദിമസഭയും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കത്തോലിക്ക തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അൽമായരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച ഡിഗ്രിയുടെ 3ാമത്തേതില് രണ്ടാം വത്തിക്കാൻ കൗൺസിലില് നാം ഇപ്രകാരം കാണുന്നു: ദൈവത്തിന്റെ രക്ഷയും സന്ദേശവും ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും അറിയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ട മഹത്തായ ചുമതല എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, സഭ നമ്മോട് അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. സൂനകദോസ് എന്താണ്? അധ്വാനിക്കണം. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടി. നമ്മുടെ വാക്കും പ്രവൃത്തിയും നോട്ടവും പുഞ്ചിരിയും ചിന്തയും വചന പ്രവർത്തികളും എല്ലാം എന്തിൽ ലക്ഷ്യമൊന്നിയായിരിക്കണം? സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതായിരിക്കണം. നാം ഏത് സമൂഹത്തിൽ ചെന്നാലും അവിടെയെല്ലാം നാം സുവിശേഷം പ്രസംഗിക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നാം ആയിരിക്കുമ്പോൾ ലോകകാര്യങ്ങൾ പറഞ്ഞ് സമയം തള്ളി നീക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, എപ്പോഴൊക്കെ ഒരു കൂട്ടായ്മയില് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നു ചേർന്നാലും ഒരു ലോകകാര്യം സംസാരിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ അത് വചനവുമായും ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തുവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അതാണ്. ലോകത്തിന്റെ അല്പത്തങ്ങൾ പറഞ്ഞ് ജീവിക്കുവാൻ വേണ്ടിയല്ല ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നതും നമ്മൾ പ്രത്യുത്തരം നൽകേണ്ടത് യേശുവിന്റെ വചനം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പിന്നെ CCC അതിന്റെ 900 ഇങ്ങനെ പറയുന്നു: എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമുദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദീപരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരെയും അറിയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായോ ചേർന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കടമയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കടമയും ഉത്തരവാദിത്വവും. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കത് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുവാൻ പറ്റും. എന്നാൽ കടമ എന്ന് പറയുന്നത് അതിന് പകരം വേറൊരാളില്ല, നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. എൻ്റെ കടമ നിർവഹിക്കുവാൻ എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പറ്റില്ല. എൻ്റെ മാതാപിതാക്കളെ നല്ല നിലയിൽ പരിപാലിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതും എൻ്റെ കടമയാണ്. അത് മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്നിലൂടെ ഈ ലോകത്തെ സുവിശേഷം അറിയേണ്ട വ്യക്തികളായ അനേകരുണ്ട്. അവര് ഈ സൃഷ്ടിപ്രപഞ്ചത്തിലെ അനേക ജീവജാലങ്ങളുണ്ട്. അവര് എന്നിലൂടെ മാത്രമേ സുവിശേഷം അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സുവിശേഷമാകേണ്ടവനാണ്. അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലെ ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്:
ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയിൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അവിടെ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മാമോദീസ സ്വീകരിച്ചവർ അവരുടെ സ്ഥാനം അവൻ വൈദികനെന്നോ മെത്രാനെന്നോ സന്യാസി എന്നോ സന്യാസിനി എന്നോ അൽമായനെന്നോ കുടുംബക്കാരനെന്നോ ഏകസ്ഥനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ആരായാലും മനുഷ്യനായി പിറന്നവനും വിശുദ്ധ സഭയിൽ അംഗമായവനുമാണെങ്കിൽ അവന്റെ ഏക ഉത്തരവാദിത്വവും പ്രഥമമായ ഉത്തരവാദിത്വവും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കടമയും ഉത്തരവാദിത്വം. നാം ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ തന്നെയും ദൈവത്തിന് അവിടുത്തെ അനന്ത കാരണത്താൽ മറ്റു മാർഗങ്ങളിൽ കൂടി മനുഷ്യരക്ഷ നേടുവാൻ കഴിയും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷ കൊണ്ടോ ഭയം കൊണ്ടോ ലജ്ജ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്നാൽ രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുമോ? സുവിശേഷ പ്രഘോഷണം എന്ന ചാക്രിയ ലേഖനത്തില് നാം വായിക്കുന്ന ഭാഗമാണ് ഇവിടെ സഭ പാപ്പ വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മൾക്ക് ഒരു ഉപേക്ഷയും ഇല്ല. ഭയം കൊണ്ട് അല്ലെങ്കിൽ ലജ്ജ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് ഒന്നും ഏത് കാരണത്താലും സുവിശേഷം പ്രസംഗിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ യേശു പ്രസംഗിച്ച ദൈവരാജ്യവും നിത്യരക്ഷയും നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മാമോദീസ സ്വീകരിച്ചു, സൽപ്രവർത്തികൾ ചെയ്തു, അനേക പരോപകാരം ചെയ്തു, മറ്റുള്ളവരെ സഹായിച്ചു. ഇതൊക്കെ നാം ചെയ്താലും ഇവയൊക്കെ നല്ലതും ദൈവമുമ്പിൽ സ്വീകാര്യമായതുമാണ്. എന്നാൽ ഇവയൊന്നും സുവിശേഷ പ്രവേശനത്തിന് പകരമോ പരിഹാരമോ അല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നില്ലാത്തത് കൊണ്ട് അത് നാം നിർവഹിക്കുക തന്നെ ചെയ്യണം. യേശു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണിത്. കൽപ്പന നാം പാലിക്കുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. നാം കാണുന്നുണ്ട്, സാവൂളിനോട് ഒരിക്കല് ദൈവം കൽപ്പിക്കുന്നു, നീ യുദ്ധത്തിന് പോയി അമലേക്കിനെയും കൂട്ടരെയും നിശേഷം നശിപ്പിച്ച് ആ അമ്മോന്യരുടെ രാജ്യം നശിപ്പിച്ച് തിരികെ വരുവാനായിട്ട്. എന്നാൽ അവൻ അവിടെ നിന്ന് അവിടുത്തെ രാജാവിനെയും ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി അവിടെ കണ്ടതിൽ ഏറ്റവും നല്ല മൃഗങ്ങളെയുമായി തിരികെ വന്നപ്പോൾ പ്രവാചകൻ അവനോട് പറയുകയാണ്, എന്താണ് നീ ചെയ്തത്? നിന്നോട് സകലതും നശിപ്പിക്കുവാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്തിനിവൻ കൊണ്ടുവന്നു? അവൻ പറഞ്ഞു, ഇത് ജെറുസലേമിലും ഇസ്രായേലിലും ഒന്നും കാണുന്നത് പോലെയുള്ള മൃഗങ്ങളൊന്നുമല്ല, വളരെ തടിച്ചു കൊഴുത്ത ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട മുന്തിയ ഇനം മൃഗങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പിതാവ് ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ പ്രവാചകൻ അവനോട് പറയുന്നതുണ്ട്. എന്താണ് പറയുന്നത്? നീ നിന്റെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത് കൊണ്ട് നീ രാജ്യത്തിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുന്നു. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. അതേ പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. വീണ്ടും രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിയലേഖനത്തിൽ നാം കാണുന്നുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിന്റെ ഏജന്റും പ്രഭാഷകനും എല്ലാം. നാം അതിലെ വെറും ഒരു ഉപകരണം മാത്രമാണ്. അത് ആ ഉപകരണമാകുന്നില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കർശനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. പൗലോസ് 1 കൊരിന്തോസ് 9:16 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്? ദുരിതവും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും അസമാധാനവും എല്ലാമാണ്. നമുക്കതിൽ അഭിമാനിക്കുവാൻ ഒന്നുമില്ല. കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വ കടമയാണ്. ആ കടമ നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം ഒന്നും മാത്രമാണ്, സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കാതെ നമുക്ക് സ്വർഗഭാഗ്യവും നിത്യജീവനും സ്വന്തമാക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഈ കടമ നിർവഹിക്കാതിരിക്കുമ്പോൾ
ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും നഷ്ടമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും തീക്ഷ്ണതയോടെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ സുവിശേഷം പ്രസംഗിക്കുന്നവരായി തീരുവാനായിട്ട് ശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവന്റെ കൃപ കൊണ്ടും അഭിഷേകം കൊണ്ടും നമ്മളെ നിറയ്ക്കുകയും ഇന്ന് കേട്ട വചനം നമ്മെ ഓരോരുത്തരെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും വിശ്വാസത്തിൽ, അഭിഷേകത്തിൽ, പ്രാർത്ഥനയിൽ വളരുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ.